കഴിഞ്ഞ 9 വർഷമായി ഇടതു സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റുകളിലെ 10ലൊന്ന് കാര്യങ്ങൾ പോലും നടപ്പാക്കാതെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് നേടാനായി വാഗ്ദാന പിഴമര മാത്രമാണ് സംസ്ഥാന ബഡ്ജറ്റ് എന്ന് തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. തൃണമൂൽ കോൺഗ്രസ് പൂഞ്ഞാർ നിയോജക മണ്ഡലം നേതൃയോഗം ഈരാറ്റുപേട്ട പാർട്ടി ഓഫീസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയോജക മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് കീഴേടം അധ്യക്ഷത വഹിച്ചു. നോബി ജോസ്, റഷീദ് കെ.എം, അബ്ദുൾ നിയാസ്, ഹാഷിം മേത്തർ, കെ.എം കുര്യൻ, നിസാർ കെ.പി, സക്കീം ചെമ്മരപ്പള്ളി, ജോയി സെബാസ്റ്റ്യൻ, ടി.എം ഇബ്രാഹിം, നിസാർ എം.എസ്, റെജി ജോർജ്, എം.കെ റഷീദ്, ഷിഹാബുദ്ദീൻ, ജോയി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ ബഡ്ജറ്റ് നമ്മൾ കണ്ടു. ആ പൊള്ളയായ അല്ലെങ്കിൽ കാര്യമായ ഒരു ബഡ്ജറ്റ് ജനങ്ങളെ പറ്റിക്കുവാൻ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു ഗിമ്മിക്കായിട്ട് മാത്രമാണ് നമുക്ക് ബഡ്ജറ്റിനെ കാണാനാകുള്ളൂ. ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയുമ്പോൾ നമുക്കൊരു ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരുന്ന ജനക്ഷേമ പദ്ധതികളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നപ്പോൾ അവർ പലതും അത് വേണ്ടെന്ന് വെച്ചു, റദ്ദ് ചെയ്തു. അത് ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, നമ്മുടെ പ്രിയങ്കരനായ പാലായുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ മന്ത്രിയായിരുന്ന നേതാവായിരുന്ന ബഹുമാനായ കെ.എം മാണി സാറ്, അദ്ദേഹം കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച കാരുണ്യ ലോട്ടറി, ആ കാരുണ്യ ലോട്ടറിയിൽ ലഭിക്കുന്ന ലാഭം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ലക്ഷം വരുന്ന പാവപ്പെട്ടവർക്ക് അവർക്ക് ചികിത്സാ ധനസഹായം കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്നു. ഭരണം യു.ഡി.എഫിൽ നഷ്ടപ്പെട്ടു. ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറ്റപ്പോൾ പ്രിയപ്പെട്ട ശ്രീ കെ.എം മാണി സാർ ഒരു കാര്യം മാത്രമാണ് അന്നത്തെ മുഖ്യമന്ത്രിയോട് നമ്മളൊക്കെ കണ്ടാണ് അദ്ദേഹത്തിന് മുമ്പിൽ പോയി നിയമസഭയിൽ ആവശ്യപ്പെട്ടത്, കാരുണ്യയെ കൊല്ലരുത്. ആ കാരുണ്യ പദ്ധതി ഈ നിലനിർത്തണമെന്ന് മാത്രമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ ആ കാരുണ്യ പദ്ധതിയെ പിണറായി സർക്കാർ ആദ്യം തന്നെ അനുകൂല നടത്തി. അതിനുശേഷം കേരള കോൺഗ്രസ് എം അത് ആ മാണി സാറിനെ ഉപദ്രവിച്ച എൽ.ഡി.എഫിനൊപ്പം പോയി. അവരിന്ന് ഭരണത്തിന്റെ ഭാഗമാണ്. അവിടെ ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രിസഭയിൽ ഇരിക്കുന്ന മന്ത്രിയാവട്ടെ ആ പാർട്ടിയാവട്ടെ മാണി സാർ തുടക്കം കുറിച്ച കാരുണ്യ പദ്ധതി ഈ പോലും തുടക്കാൻ അല്ലെങ്കിൽ നടത്താൻ തുടരാനുള്ള ഒരു വാക്ക് പോലും സംസാരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല.